ഇവിടെ കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അതായത് ദേവസ്വം മാനുവൽ അനുസരിക്കാതെ ദേവസ്വം മാനുവൽ മറികടന്ന് ഹൈക്കോടതിയുടെ നിലനിൽക്കുന്ന നിർദ്ദേശവും മറികടന്ന് രണ്ടാം തവണയും സ്വർണം ചെന്നൈയിലേക്ക്, സ്വർണ്ണമല്ല ഈ ദ്വാരപാലക പാളികൾ, സ്വർണം പൂശപ്പെട്ട ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അറിവില്ലായ്മയോ അബദ്ധമോ ആയിരുന്നില്ല. വളരെ കൃത്യമായ ആസൂത്രണം 2023 തുടങ്ങി 2025 എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു പദ്ധതിയുടെ കൃത്യമായ ആസൂത്രണമായിരുന്നു എന്ന് കോടതി പറയുമ്പോൾ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നിഷ്കളങ്കനായിരിക്കും, അദ്ദേഹം പെട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ കുടുങ്ങിപ്പോയതായിരിക്കും എന്ന് വിചാരിക്കാൻ ന്യായമുണ്ടോ? അഭിലാഷേ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത സമയങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. കോടതി ഇടപെടുമ്പോഴാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് തന്നെ. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയാതെ ഈ ദ്വാരപാലക പീഠങ്ങളും ഒക്കെ പുറത്തേക്ക് കൊടുത്തുവിടാൻ എന്തുകൊണ്ട് പ്രശാന്ത് തയ്യാറായി? എന്തുകൊണ്ടാണ് ഈ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ തയ്യാറായത്? അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ കള്ളം ഒളിപ്പിക്കാൻ കോടതിയിൽ നിന്നും, അതേപോലെ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉന്നതരായ നിയമ സംവിധാനങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്ത ഒരു അഭ്യാസമാണ്. പക്ഷേ അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിഷയം അറിയുകയും അത് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടിയിട്ടാണ് നമ്മളൊക്കെ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ ഇവിടെ പ്രശാന്ത് ഈ സത്യം മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാവുകയാണ്, വളരെ കൃത്യമാവുകയാണ്. അതായത് 2019 40 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടുള്ളൊരു രേഖ സൃഷ്ടിച്ച് അത് 3-4 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ചെമ്പ് തെളിഞ്ഞ് അത് വീണ്ടും മറച്ചു വെക്കാൻ വേണ്ടി നടത്തിയൊരു ഗൂഢാലോചന. അതുകൊണ്ടാണ് കൃത്യമായിട്ട് SIT പറയുന്നത്. ഇനി ഞാൻ SITയിലേക്ക് വരാൻ കേട്ടോ അഭിലാഷേ. SIT പറയുന്നത് ഇത് ഫോർജറിയാണ്, അതേപോലെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്, ക്രിമിനൽ കോൺസ്പിറസി ആണ്. അങ്ങനെ 3 കാര്യങ്ങൾ SIT ആരോപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ഹിന്ദു സംഘടനകൾ, വിശ്വാസികൾ, ഭക്തജന സംഘടനകളൊക്കെ അന്നും ആവശ്യപ്പെട്ടിരുന്നല്ലോ. എന്തുകൊണ്ടാണ് SIT ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ തന്ത്രിയെ അനുജ്ഞ നൽകി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തല്ലോ. അങ്ങനെ അനുജ്ഞ നൽകി എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കോടതി തന്ത്രിയേക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനാണ് കണ്ടത്. ഇനി ഇപ്പോഴും തന്ത്രിയെ പെടുത്തിയിട്ടുണ്ട്. അപ്പോ പുതിയ എന്തെങ്കിലും തെളിവുകളുണ്ടോ SITയുടെ കയ്യിൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കീഴ്ക്കോടതിയാണ് ഇപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ്, ഇടക്കാല ഉത്തരവിൽ അന്വേഷണ റിപ്പോർട്ട് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് ദ റിപ്പോർട്ട് ഫർദർ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഹാവ് ബീൻ കളക്ടഡ് ക്ലിയർലി എസ്റ്റാബ്ലിഷിംഗ് ദ റോൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിലെ ഒരു സ്ഥാനം, 6ാം സ്ഥാനം കണ്ഠരര് രാജീവര് ആണ്. ഓവർവെൽമിംഗ് മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് തന്ത്രിക്കെതിരെ. അഭിലാഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അതോടെ പറഞ്ഞ തന്ത്രിക്കെതിരെ തെളിവുകൾ പുതുതായിട്ട് SIT കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ, അന്വേഷിക്കട്ടെ, തന്ത്രിയെ അറസ്റ്റ് ചെയ്യട്ടെ. അതൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളിതിൻ്റെ കോൺട്രഡിക്ഷൻ നോക്കണം. ഇതേ SIT തന്നെ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതിയാണല്ലോ ജാമ്യം കൊടുക്കുന്നത്, അല്ലാണ്ട് ഹൈക്കോടതി അല്ലല്ലോ. വിചാരണ കോടതിയിൽ കേസ് നടത്തി, വിചാരണ കോടതി ജാമ്യം കൊടുത്തു. വിചാരണ കോടതി ജാമ്യം കൊടുത്ത സമയത്ത് SITയുടെ ആരോപണങ്ങളൊക്കെ പൊളിച്ചിട്ടല്ലേ പറഞ്ഞിരിക്കുന്നേ. പിന്നെ ഇനി പുതുതായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ? SITക്ക് ആ പ്രതിപട്ടികയിൽ നിന്ന് തന്ത്രി ഒഴിവാക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം SIT ഓൾറെഡി പ്രതിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചു കഴിഞ്ഞു, FIRൽ പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്ത്രി ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ നിയമപരമായി തടസ്സമുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാനത് പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് SIT പ്രവർത്തിച്ചു എന്ന് വേണം കണക്കാക്കാൻ. അന്ന് CPM ആണ് ഭരിക്കുന്നത്. CPMന്റെ ഭരണത്തിന് കീഴിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുന്നതിലും, ഇനി പ്രശാന്ത് മാത്രമാണ് ഇപ്പോൾ SIT കൊടുത്തിരിക്കുന്ന ഈ പട്ടികയിൽ പ്രശാന്ത് വരെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്താ കടകംപള്ളി സുരേന്ദ്രൻ പെടാതിരുന്നതിന് കൂടി നമുക്കറിയില്ല. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും നല്ല, ഈ പ്രശാന്തിനെ പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ബന്ധമുണ്ട്. SIT എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്താത്തത്, ആ പ്രതിപട്ടികയിൽ വരാത്തത് എന്നതിനെ കുറിച്ചും ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും.
അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് അന്ന് വിശ്വാസികൾ നമ്മളൊക്കെ ഗൗരവമായിട്ട് പറഞ്ഞ സമയത്ത് അന്ന് ഈ SIT ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാ. അഭിലാഷിനൊക്കെ ഓർമ്മയുണ്ടാവും. ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ SITയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അവിശ്വാസമുണ്ട് എന്ന്. കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മോണിറ്ററിങ്ങിലാണ് എന്നൊക്കെ ഉള്ളത് ശരി. പക്ഷേ SIT ഈ സർക്കാരിനെ ഭയപ്പെടുന്നു. ഈ സർക്കാരിന്റെ തിട്ടൂരം അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് SIT പെരുമാറുന്നത് എന്ന ആശങ്ക ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. അതിനെ സാധൂകരിച്ചുകൊണ്ടാണ് SITയുടെ റിപ്പോർട്ട്. ഞാൻ ചോദിക്കട്ടെ, SIT നാളെ ഇതുവരെ കൊടുത്ത് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോവുകയാണ്, ഞങ്ങൾ തയ്യാറായിട്ട് വെച്ചിരിക്കുകയാണെന്നാണ്. ഈ SITയുടെ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇനി രണ്ടാമത്തെ കേസ് ഇനി മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ 2019 കേസിനോട് കൂട്ടിച്ചേർക്കുകയോ ചെയ്യാമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പുതുതായിട്ട് FIR ഇടുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. എന്ത് തെളിവുകളാണ് ഇവർ ശേഖരിച്ചിട്ടുള്ളതെന്നേ? ഈ SIT എന്ത് തെളിവുകളാണ് ശേഖരിച്ചിട്ടുള്ളത്? അവിടെയാണ് ഞങ്ങൾക്ക് SITയെ കുറിച്ച് സംശയമുള്ളത്. ഒരു തെളിവുകളും ഈ പറയുന്ന നമുക്ക് ഒരു കേസ് ചാർജ് ചെയ്യാനും FIR ഇടാനും കുറെ നാൾ ഒരാളെ ജയിലിലിടാനും ഒക്കെ പോലീസ് വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ ഇത് വിചാരണ സമയത്ത് കോടതിയിൽ ശിക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അതിനാവശ്യമായ സപ്ലിമെന്ററി എവിഡൻസ് വേണം, അതിനാവശ്യമായിട്ടുള്ള സാക്ഷിമൊഴികൾ വേണം, ആവശ്യമായ ഡോക്യുമെന്റുകൾ വേണം. എന്ത് തെളിവുകളാണ് ഈ SITയുടെ കയ്യിലുള്ളത്? സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ജാമ്യം കിട്ടി പുറത്തു പോയത്? ഈ കുറ്റപത്രം എന്തുകൊണ്ടാണ് ഇത്തരം വൈകാനുള്ള കാരണം? ഇപ്പോൾ ജാംഷഡ്പൂരിൽ മറ്റേ മെറ്റലർജിക്കൽ ലാബിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ വിക്രം സാരാഭായിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തെളിവ് സാമ്പിൾസ് റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു, സയന്റിഫിക് റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. എനിക്കറിഞ്ഞൂടെ ഇത്രയും താമസമൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ചെറിയ കാര്യം തീർക്കാനായിട്ടും തീരുമാനിക്കാനായിട്ട് ഇത്രയും ലാഗ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് ഗ്രേ ഏരിയകളുണ്ട്. ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള ശ്രമമുണ്ട്. ഒളിച്ചു കളിക്കുകയാണ് SIT എന്നുള്ള ഒരു ഗുരുതരമായ കുറ്റം ഞാൻ ഈ SITയിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കം മുതൽ ഇത് CBI അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ക്ലിയർ ആണ്. എന്തായാലും 2 രാസപരിശോധന സമീപിച്ചിരുന്നു, വന്നിട്ടില്ല. ശരി, നമുക്ക് ആ പോയിന്റ് ഞാനത് പൂർണ്ണമായും തള്ളുന്നില്ല.